ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശനി ആരെയും ലക്ഷപ്രഭുവാക്കും, സംശയമൊന്നും വേണ്ട. പക്ഷേ ഈ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യണം, ലളിതമായ കാര്യങ്ങളാണ്. ഇല്ല ചിലപ്പോൾ എട്ടിന്റെ പണി കിട്ടാം. നിങ്ങൾ കേൾക്കും മനസ്സിലാവും, സത്യസന്ധമായ കാര്യങ്ങളാണല്ല, മുഴുവൻ കേട്ടു നോക്കുക. നിസാര ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി, ശനി നിങ്ങളെ വലിയ സമ്പന്നനാകും. യാതൊരു സംശയം വേണ്ട. പല കോടീശ്വരന്മാരെയും നിങ്ങൾ ശ്രദ്ധിച്ചു, അവരൊക്കെ ശനിയുടെ അനുഗ്രഹം ഉള്ളവരാണ്. അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാനത് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ കോടീശ്വരന്മാരെല്ലാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് ചെയ്യാത്തവർക്കൊട്ട് പണി കിട്ടിയിട്ടുമുണ്ട്. പിന്നെ എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നവനെയും ശനി അതിസമ്പന്നനാക്കും. അത് ചെയ്യേണ്ട ചെറിയ ലളിതമായ കാര്യമുണ്ട്, അത് ചെയ്താൽ ഉറപ്പാണ് ശനി അയാളെ രക്ഷപ്പെടുത്തും, വലിയ സമ്പന്നനാക്കും, ലക്ഷപ്രഭുവാക്കും, ചിലപ്പം കോടീശ്വരൻ വരെ ആക്കാം. അത് അവന്റെ അവൻ ചെയ്യുന്ന ആ കാര്യം പോലിരിക്കും. അപ്പൊ അതിന് ചെയ്യേണ്ട ലളിതമായ കാര്യമുണ്ട്, ചെറിയ കാര്യങ്ങളാ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാ, അത് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണണം, അറ്റവും മൂലം കണ്ടിട്ട് ചെയ്യാൻ പോകരുത്. ഒരു കാര്യമില്ല, മുഴുവൻ കണ്ടിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവരുടെ ഉറപ്പാണ് ശനി വലിയ സമ്പന്നനാക്കും. അപ്പൊ ശനിയെക്കുറിച്ചുള്ള ആരും പറയാത്ത ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്, വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്, എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. അത് മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇത് നല്ല നല്ല ആളുകൾ, നല്ല നല്ല കാര്യങ്ങൾ, രക്ഷപ്പെടണം, ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. അഹങ്കാരികൾക്കോ പിന്നെ അല്ലെങ്കിൽ മനസ്സിലാകാത്തവർക്കോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല, നല്ല കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലേക്ക് വരികയാണ്. അതിനുമുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, പിന്നെ വാട്സപ്പ് വഴിയാണ്. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകൾ വരുന്നു, മറ്റുന്നവർക്ക് റിപ്ലൈ തരും. എന്നിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ഇനി വീഡിയോയിലേക്ക് വരാം. ശനി ശനി ഈ പറയാൻ പോകുന്ന ലളിതമായ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം ശനി വലിയ സമ്പത്തിനുടമയാക്കും. ചെയ്ത് നോക്കിയോ, വിശ്വാസത്തോടു കൂടി. നമ്പർ 1, നീല വസ്ത്രം ധരിക്കുക. നീല വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള നീല വസ്ത്രമാണ്? ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ അല്ല, ഡാർക്ക് ബ്ലൂ. പറ്റുമ്പോഴൊക്കെ, എന്ന് വെച്ചാൽ എപ്പോഴും നീല വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല, പലരും പിടിച്ച് പലയിടത്തും ചികിത്സിക്കാൻ കൊണ്ടുപോകും. പറ്റുമ്പോഴൊക്കെ, എന്നുവെച്ചാൽ ഇടയ്ക്ക് മറ്റു വസ്ത്രങ്ങളും ധരിക്കണം, പക്ഷെ കൂടുതലായിട്ട് ഡാർക്ക് ബ്ലൂ, കൃത്യമായി പറഞ്ഞത് ഡാർക്ക് ബ്ലൂ, കടു നീല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അപ്പം പറയും ശനിക്ക് കറുപ്പും നല്ലതാ, നീലയും നല്ലതാ. ഞാൻ പറയുന്നു ഡാർക്ക് ബ്ലൂ ധരിക്കണം, ശനിപ്രീതി ഉണ്ടാകും. ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. പിന്നെന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, ശനി പ്രീതി ഉണ്ടാകാൻ വേണ്ടി ഏതൊരു കാര്യത്തിനും സമയനിഷ്ഠ പാലിക്കണം. സമയനിഷ്ഠ. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നു, അത് 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണം. ഒരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണം. ഒരു മനുഷ്യനെ ഇവിടെ പറയുക, ഒരു വാക്ക് പറഞ്ഞിട്ട് അത് കളിപ്പിക്കരുത്. ഇങ്ങനെ ഈ സമയനിഷ്ഠ, വാക്നിഷ്ഠ, ഇത് രണ്ടും പാലിച്ചാൽ ശനി ആ വ്യക്തിയെ ഉയർത്തിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിനോട് ആത്മാർത്ഥത കാണിക്കണം. ആ ജോലി എന്നുള്ള ശമ്പളമല്ല നോക്കേണ്ടത്, ചെയ്യുന്ന ജോലിയൊക്കെ എത്രയോ ആത്മാർത്ഥത കാണിക്കാമോ അത്രയും ആത്മാർത്ഥത കാണിക്കണം. ശനി ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഒരാളുടെ ഹസ്തരേഖ ആയിക്കോട്ടെ, ജ്യോതിഷമായിക്കോട്ടെ, സംഖ്യാജ്യോതിഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു നിശ്ചിത പീസുണ്ട്, പക്ഷെ ആ പീസ് മാത്രമല്ല നോക്കുന്നത്. എന്നെ കൊണ്ട് പറയാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ, അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാവുന്നോ എല്ലാ രഹസ്യങ്ങൾ, വഴിപാട് ചെയ്യേണ്ട ദിവസങ്ങൾ, ഏത് സമയത്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏറ്റവും മാക്സിമം ഞാൻ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ പക്ഷെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും സമയം എടുത്ത് ഒരാളുടെ വിശകലനം ചെയ്യേണ്ട കാര്യമുണ്ടോ, നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ, എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താണെന്നറിയോ, എനിക്കൊരിക്കലും വർക്ക് ഇല്ലാതില്ല. കൊറോണ സമയത്ത് പോലും 14 ദിവസം ആശുപത്രി കിടന്ന് ഒഴിച്ചു, ബാക്കി ഫുൾ ടൈം ഞാൻ ബിസി ആയിരുന്നു, അന്നും ഇന്നും എന്നും. എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ ചെയ്യുന്നതിനോട് ഞാൻ എന്നാലാകുന്ന പോലെ നീതി പുലർത്തുന്നു, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് അതിനുള്ള ഒരു പീസ് അല്ല ഞാൻ മേടിക്കുന്നത്.
തുച്ഛമായ ഒരു ഫീസേ മേടിക്കുന്നുള്ളൂ. പലരും ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ തരാറുണ്ട്. ഇത് ന്യായമായിട്ടുള്ള ഫീസല്ല നിങ്ങൾ പറയുന്നത്, ഇത് പറഞ്ഞ് കൂടുതൽ തരാറുണ്ട്. ചിലപ്പോൾ ഞാൻ പക്ഷേ അതൊന്നും വേണ്ടെന്ന് പറയും. കാരണം വെച്ചാൽ എനിക്കറിയാം ഞാൻ കൂടുതലാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അതാരും അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ലെന്ന് അറിയാം. പക്ഷെ ആ ചെയ്യുന്നതിനുള്ള ആത്മാർത്ഥ, അത് അങ്ങനെയുള്ളവർ ശനി ഉയർത്തുക. അവർക്ക് ഒരിക്കലും വർക്കില്ലാതെ വരത്തില്ല. സത്യമാണ് ഞാൻ പറയുന്നത്, ഭഗവാനെ നിലനിർത്തിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യരുത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ശനി ആ വ്യക്തിയെ ഉയർത്തിയിരിക്കുകയോ എഴുതി വെച്ചോ ചെയ്തോ ഉറപ്പാണ്. ഈ ശനി പോസിറ്റീവായിട്ടുണ്ട്, നെഗറ്റീവായിട്ടുണ്ട്. ശനി അനുകൂലമല്ല എന്നുള്ളൊരു കുഴപ്പം, എത്ര കഷ്ടപ്പെട്ടാലും ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും കാലതാമസം ഉണ്ടാക്കും. ശനീശ്വരൻ ഡിലേ ആക്കും. ഇപ്പോൾ ഒരു പുതിയ ജോലി കിട്ടാനോ, അല്ലെ ഒരു വീട് മേടിക്കാനോ, അല്ലെ ഒരു സ്ഥലം മേടിക്കാനോ, അല്ലെ എന്തിനായിക്കോട്ടെ ശനി കാലതാമസം ഉണ്ടാക്കും, ഡിലേ ആക്കും. അതാണ് ശനി നെഗറ്റീവായിട്ട് വന്നുള്ള ഒരു കുഴപ്പം. കടബാധ്യത, എത്ര കഷ്ടപ്പെട്ടാലും ഒന്നും മിച്ചം കാണത്തില്ല. സാമ്പത്തിക തകർച്ച, പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക തകർച്ച. ചിലപ്പോൾ വലിയൊരു ബിസിനസ്സുകാരനായിരിക്കും, ഒരു സുപ്രഭാതം ഒരു റൈഡ് വന്നു, അത് വന്നു, ഇത് വന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബിസിനസ്സിൽ ഏതെങ്കിലും അയാള് ബിസിനസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ചിലപ്പം ഡിമാൻഡ് ഇടിയുന്നു. ഇപ്പൊ പണ്ട് കാലത്ത് ഇപ്പം CD ബിസിനസ് അല്ലെ ഈ ബൂത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പണ്ട്, ഇപ്പൊ അതൊന്നുമില്ല. അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് അതുപോലെ തന്നെ സ്വർണ്ണപ്പണിക്കാര്, ഇപ്പം സ്വർണ്ണപ്പണിക്കാരെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വലിയ ഷോറൂമുകൾ വരുന്നുണ്ട്, അവർക്ക് പണിയില്ല. ഇങ്ങനെ പല ചേഞ്ചുകളും വരും. ഈ എന്തെങ്കിലും കാരണം കൊണ്ട് അവരുടെ ജീവിതത്തിലെ ബിസിനസ്സിൽ ഒരു തകർച്ച ഉണ്ടാകുക. പല കാരണം, മാർക്കറ്റിലെ കാര്യങ്ങളായിരിക്കാം, അവർ ചെയ്യുന്ന പ്രൊഡക്റ്റിന് ചിലപ്പം ഒരു വില ഇടിയുന്നതുകൊണ്ടായിരിക്കാം, അല്ലെ കാലഘട്ടത്തിന്റെ ഒരു മാറ്റമായിരിക്കാം, അല്ലെ അവർ ബിസിനസ്സിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെ അങ്ങനെ ഒരു പെട്ടെന്നൊരു തകർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും ശനി അനുകൂലമല്ലെങ്കിൽ ഉണ്ടാകാം. ഇനി ശനി അനുകൂലം ആയുന്നവർക്കാണെങ്കിൽ എന്തൊരു മാറ്റം ഉണ്ടായാലും അവർക്ക് ഈശ്വരാധീനം കൊണ്ട് അവർ പുതിയ വഴികൾ തേടും. നേരത്തെ തന്നെ പുതിയ വഴികൾ തേടും എന്നുള്ളതാണ്. അവരെ തകർച്ച ബാധിക്കത്തില്ല. ആ തകർച്ച ഉണ്ടാകുന്നതിന് മുമ്പേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പുതിയ ബിസിനസ്സിലേക്ക് മാറും, അല്ലെ ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ വരുത്തും. അതാണ് ശനി അനുകൂലമുള്ളവർക്ക്. ശനി അനുകൂലം അല്ലെങ്കിൽ മനസ്സിനൊരിക്കലും സമാധാനം കിട്ടത്തില്ല, മനപ്രയാസമായിരിക്കും, മനസ്സിന് ടെൻഷൻ ആയിരിക്കും. അതുപോലെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങള്, ജോലി പ്രശ്നങ്ങള്, ദാരിദ്ര്യം, അകാരണമായ പരാജയങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാവും. ഇനി ശനിയെ പ്രീതിപ്പെടുത്താനുള്ള മറ്റു ചില മാർഗങ്ങളോട് പറയാണ്. വികലാംഗരെ സഹായിക്കുക. കാലും കൈയൊക്കെ വയ്യാത്തവരും വികലാംഗരെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുക. നമുക്കിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മതി, സഹായിക്കുക. പെട്ടെന്ന് ശനി പ്രീതി ഉണ്ടാകും എന്നുള്ളതാണ്. വികലാംഗരെ സഹായിക്കുക. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. ഒന്ന്, ശിവപ്രീതി കൊണ്ട് ശനി നമുക്ക് അനുകൂലമാകും. 2, ഹനുമാന്റെ പ്രീതി കൊണ്ട് ശനി അനുകൂലമാകും. 3, ഭദ്രകാളി പ്രീതി കൊണ്ട് ശനി അനുകൂലമാകും. 4, ഗണപതി പ്രീതി കൊണ്ട് ശനി പെട്ടെന്ന് അനുകൂലമാകും. അതൊരു രഹസ്യമാണ്. ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ശിവനാണെങ്കിൽ ശനിയാഴ്ച രാവിലെ കൂവളത്തിൽ അർച്ചന, ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ചെയ്യുക. ശനിയാഴ്ച വൈകിട്ടോ രാവിലെ ചെയ്യാം. ശനി അനുകൂലമാകും, ഒരു സംശയം വേണ്ട. ഇനിയും ഹനുമാനാണെന്നുണ്ടെങ്കിൽ ഹനുമാൻ പ്രീതിക്ക് വേണ്ടി വെറ്റിലമാല സമർപ്പിക്കുക. അത് ശനിയാഴ്ച സമർപ്പിക്കാം. പെട്ടെന്ന് ഹനുമാന്റെ അനുഗ്രഹത്താൽ ശനി നമുക്ക് അനുകൂലമായിട്ട് വരും. ഹനുമാൻ പ്രീതി ഉള്ളവരെ ശനി ഉപദ്രവിക്കത്തില്ല. അതിനകത്തൊരു കാര്യമുണ്ട്, പറഞ്ഞുതരാം. അതായത് ഒരു കഥയാണ്, ഒരു കഥ പറയപ്പെടുന്നതാണ്. ശനി ഹനുമാനെ പിടിക്കാൻ വേണ്ടി എപ്പോഴും ചൊല്ലും. ശനി പിടിക്കേണ്ട ഒരു സമയമായ പിന്നെ ആയിട്ടുള്ള ആ സമയങ്ങളിൽ ഇപ്പൊ ഹനുമാൻ പറയും എനിക്കിപ്പോ സമയമില്ലെന്ന് ശനിയോട് പറയും. അപ്പൊ ശനി പറയും ഞാൻ മഹാദേവനെ വരെ പിടിച്ച ആളാ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒക്കുന്നു, സമയമില്ലെന്ന് പറഞ്ഞാൽ ഹനുമാനെ പിടിക്കുമെന്ന് പറയും. പക്ഷെ ഹനുമാൻ എപ്പോഴും പറയും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം ശനി ഹനുമാനെ അങ്ങ് പിടിക്കും. പക്ഷെ പിടിച്ചു കഴിഞ്ഞ് ഹനുമാന്റെ ഉള്ളിലിരുന്ന് ശനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ശനി അകത്തിരുന്ന് കരഞ്ഞ് ഹനുമാനോട് പ്രാർത്ഥിക്കുന്നു, എന്നെ രക്ഷപ്പെടുത്തണം. അങ്ങനെ ഹനുമാനെ ശനി ഒരു സത്യം ചെയ്യിച്ചിട്ടാണ് ആ ശരീരത്തിന് വെളിയിലേക്ക് വിട്ടെന്നാണ് പറയുന്നത്. എന്റെ ഭക്തന്മാരെയും എന്നെ വിളിക്കുന്നവരെയും ഉപദ്രവിക്കരുത്. അങ്ങനെ ഹനുമാൻ പ്രീതി, അങ്ങനെ ഒരു കഥ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഹനുമാൻ പ്രീതി ഉള്ളവരെ ശനി ഒരിക്കലും ഉപദ്രവിക്കില്ല. അത് സത്യമാണ് കേട്ടോ, അനുഭവത്തിൽ ഹനുമാനെ. കാരണം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഈ മന്ത്രം ജപിക്കുകയും ഹം ഹനുമതേ നമ ഈ മന്ത്രം ജപിക്കുകയും ചെയ്താൽ ശനി ഉപദ്രവിക്കത്തില്ല. ഞാൻ പലർക്കും ആ വിദ്യ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഫലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. വണ്ടി എടുക്കുമ്പോഴും
വണ്ടി ഇറങ്ങുമ്പോഴും നമ്മളൊരു വണ്ടി ഓടിക്കുന്നു, ശനി പിഴച്ചു നിൽക്കുന്ന സമയങ്ങളാണെങ്കിൽ വാഹനങ്ങൾ ശ്രദ്ധിക്കണം, തട്ടയും മുട്ടയൊക്കെ ഉണ്ടാകാം. അപ്പൊ വണ്ടി കയറുന്നതിന് മുമ്പേ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഹം ഹനുമതേ നമ ഓം നമോ നാരായണായ ഈ മന്ത്രങ്ങൾ ജപിക്കുക. ഇറങ്ങുമ്പോഴും അതുപോലെ ചെയ്യുക, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ കൂടെ വേണം. ഹനുമാൻ പ്രീതി, ഹനുമാൻ വെറ്റിലമാല സമർപ്പിക്കുക, ശനി അനുകൂലമാകും, ഒരു സംശയം വേണ്ട. ഈ വിദേശവാസമൊക്കെ ശനിയെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പൊ വിദേശത്ത് പോയി രക്ഷപ്പെടാൻ വേണ്ടി ജോലിക്ക് അപേക്ഷിച്ചവരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചെയ്താൽ മതി, അച്ചട്ട ആ തടസ്സം മാറും, ശനിപ്രീതി ഉണ്ടാകും. ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യം, അതുകൊണ്ട് പറഞ്ഞ. അപ്പൊ ശനിപ്രീതി ഉണ്ടാകാൻ ഹനുമാൻ, നമ്മൾ ചില രഹസ്യങ്ങൾ ഉണ്ടാകാറും ചെയ്താൽ മതി. വലിയ അപ്പൊ ഇത് ഇപ്പൊ ഒരാൾ തന്നെ പോയി ശിവനും ഹനുമാനും ഗണപതിക്ക് എല്ലാം കൂടെ ചെയ്യണമെന്നല്ല. ഒരാൾക്ക് ഇപ്പൊ ശിവനാ ചെയ്യാൻ പറ്റുന്നത് ശിവന് ചെയ്യാം, ഹനുമാനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹനുമാനെ ചെയ്യാം. മനസ്സിലായില്ലേ? പറ്റുന്ന പോലെ ചെയ്താൽ മതി, അല്ലാതെ എല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ലേ പറഞ്ഞിരുന്നു കേട്ടോ. ഇനി മൂന്നാമത് ഗണപതി. ഗണപതിയുടെ അനുഗ്രഹം ഉള്ളവരെ ശനി ഉപദ്രവിക്കത്തില്ല, അതാണ് അതിൻ്റെ ഒരു രഹസ്യം. അപ്പൊ ഗണപതിക്ക് അതിന് എന്താണ് ചെയ്യേണ്ടത്? കറുകമാല വെക്കണം, അല്ലെ കറുകപ്പൂ കൊണ്ട് അർച്ചന, അല്ല കറുകപ്പുല്ല് പൂവല്ല, കറുകപ്പുല്ല് കൊണ്ട് അർച്ചന ചെയ്യണം, അല്ലെ കറുകമാല വെക്കണം. അത് ചെയ്യണം. ചില കാര്യങ്ങളുണ്ട്. അപ്പൊ കറുകമാല വെച്ചാൽ മതി. വെള്ളിയാഴ്ച ശനിപ്രീതി ഉണ്ടാകും, തടസ്സങ്ങൾ മാറിക്കിട്ടും. പിന്നെ പക്കനാളിന് ഗണപതി ഹോമം കൂടെ ചെയ്യണം. അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പക്കനാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസമാണ്, അന്ന് ഗണപതി ഹോമം കൂടെ ചെയ്യണം. അത് പക്കനാൾ തോറും ആവർത്തിക്കണം. അപ്പൊ അത് ഗണപതിക്ക് ഇത് ചെയ്താൽ മതി. ശനി നിങ്ങൾക്ക് അനുകൂലമാകും. പിന്നെ ഭദ്രകാളി പ്രീതി ഉണ്ടായാലും, ഭദ്രകാളി പ്രീതി ഉണ്ട്, ശനിയെന്നല്ല ആരും തൊടത്തില്ല. ഭദ്രകാളിക്ക് എതിരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംബായുസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യാം. ഇത് എന്തുകൊണ്ട് കടുംബായുസം പറഞ്ഞു? ഒരു ദേവന്റെ അല്ലെ ദേവിയുടെ പ്രീതി പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ ആ ദേവന്റെ അല്ലെ ദേവിയുടെ ഇഷ്ട നിവേദ്യം ചെയ്യണം. അതാണ് ഭദ്രകാളിക്ക് കടുംബായുസം. അതുകൊണ്ടാണ് പറഞ്ഞത് കടുംബായുസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും വെള്ളിയാഴ്ചകൾ ചെയ്യുക, പക്കനാളിന് ചെയ്യുക. ശനി അനുകൂലമായിട്ട് വരും, അല്ലെ ആ ഭദ്രകാളിയെ അനുകൂലമാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്താൽ പിന്നെ ശനി അനുകൂലമാകും. അല്ലെന്നുണ്ടെങ്കിൽ ശനി പിടിച്ചാൽ നല്ല ബുദ്ധിമുട്ട് വരും. ചിലർക്ക് 8ന്റെ പണിയും കിട്ടും. ബിസിനസ്സൊക്കെ തകരുക, മനസമാധാനമില്ല, തൊടുന്ന എല്ലാം പ്രശ്നം, ജോലി പ്രശ്നം, കാണുന്ന പ്രശ്നം, കേൾക്കുന്ന പ്രശ്നം, മൊത്തം പ്രശ്നങ്ങളുടെ പ്രശ്നം. അവിയല്ലാതെ പുളിശ്ശേരി എരിശ്ശേരി എല്ലാം കൂടെ ഇളക്കിയാൽ എങ്ങനെ ഇരിക്കും? കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ. പറഞ്ഞാൽ മനസ്സിലായോ? അത് ഉണ്ടാകത്തില്ല. പിന്നെ പഴകിയ വസ്തുക്കൾ വീട്ടില്, ചില വീട്ടിൽ ചെന്നാൽ കാണും ചെരുപ്പ് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന നിധി പോലെ. പഴകിയ ചെരുപ്പ് ഇങ്ങനെ ഒരു കാര്യമില്ല, വീട്ടിൽ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ആ വീട്ടിലുണ്ടാവും. പഴകിയ സാധനങ്ങളുടെ ശനി സ്വാധീനമുള്ള, ശനിയുടെ നെഗറ്റീവ് സ്വാധീനം പഴകിയ സാധനം. അപ്പൊ ഈ പഴകിയ ചെരുപ്പുകളെ ഒരു ഉപയോഗം ഇല്ലാത്ത ഇലക്ട്രോണിക് വീട്ടിൽ എന്ത് പഴകിയ ഇതും ശനിയുടെ സ്വാധീനമുള്ള പഴകിയ. അപ്പൊ ഒരു ഉപകാരം ഇല്ലാത്തതൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. അപ്പുറത്തെ പറമ്പിലൊക്കെ എടുത്തിട്ട് അല്ല ചെയ്യേണ്ടത്. അത് കൊടുക്കാൻ പറ്റുന്ന ആക്രിക്കാരൊക്കെ അവർക്ക് കൊടുക്കുക, അല്ലെ അത് കത്തിച്ച് കളയുക, സൗകര്യമായിട്ട് ചെയ്യുക. പുതിയ കാര്യങ്ങൾ, പുതിയ വസ്തുക്കൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ശനിയുടെ പോസിറ്റീവായിട്ടുള്ള ഇതുണ്ടാവും. പഴകിയത് ശനിയുടെ നെഗറ്റീവാണ്. പിന്നെ ചെരുപ്പ്, ചിലരെ നമുക്ക് കാണാം എപ്പോഴും ചെരുപ്പ് മാറത്തില്ല, കീറിയ ആലും മാറത്തില്ല, എത്ര പഴകിയാലും. അവർ ശനിയുടെ നെഗറ്റീവ് സ്വാധീനം കൂടുതൽ അപ്പം അവർക്കുള്ളത്. അപ്പം ചെരുപ്പ് ആ സമയമാകുമ്പോൾ മാറണം, അധികം പഴകാൻ നിൽക്കരുത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ലതായിട്ട് ഉപയോഗിച്ച് തീർന്നൊരവസ്ഥയിലും ഒരുപാട് പഴകുന്നതിന് മുമ്പ് ചെരുപ്പ് മാറണം. പഴകിയ വസ്ത്രങ്ങൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് നടക്കരുത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങുക. ഈ പഴകിയ തന്നെ ഉപയോഗിക്കുമ്പോൾ ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഉണ്ടാകുന്നത്. നിങ്ങൾ ദരിദ്രരായിട്ടുള്ള ഏതൊരു വ്യക്തികളെ നോക്കിയോ, ഒന്നുകിൽ പഴകിയ വസ്ത്രങ്ങളായിരിക്കും റീയൂസ്ഡ് ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത്. പഴകിയ ചെരുപ്പ്, ചിലർ കുളിക്കുന്നത് നനയ്ക്കത്തുമില്ല, ചിലർ പിന്നെ അത് കാണും. ഇങ്ങനെയുള്ള പഴകിയ രീതിയിലുള്ള കാര്യങ്ങളെ ഈ ദരിദ്രരായിട്ടുള്ള, അല്ലെങ്കിൽ ചില ആളുകളെ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിക്കൂ. എന്നാൽ പുതിയ ചെരുപ്പുകളെ, പുതിയ വസ്ത്രങ്ങളെ, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നവർക്കെല്ലാം ജീവിതത്തിൽ നല്ല മാറ്റമുണ്ട്. ചിലർക്ക് പൈസ കാണും, പക്ഷെ അവർ പുതിയ ചെരുപ്പ് മാറത്തില്ല. അത് മാക്സിമം തയ്ച്ച് വെച്ചിട്ട് നടക്കും. അവരുടെ ജീവിതം അതുപോലെ ആയിരിക്കും, ദാരിദ്ര്യമായിരിക്കും. അക്കൗണ്ടിൽ പൈസ കാണും, പക്ഷെ നല്ലൊരു ഭക്ഷണം കഴിക്കത്തില്ല. ദാരിദ്ര്യം പിടിച്ച മനസ്സുകൊണ്ട് ദരിദ്രനായിരിക്കും. അപ്പം ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഇല്ലാതാകണമെങ്കിൽ പഴകിയ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ശരിയായ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യണം.
അത് ആക്രിക്കാർക്ക് കൊടുക്കുക. പഴകിയ സാധനങ്ങൾ ആവശ്യമില്ലാതെ സൂക്ഷിക്കരുത്. വസ്തുക്കൾ, ചെരുപ്പ്, അല്ലെ പഴകിയ വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കളുടെ കാര്യം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ശനിയെ നിങ്ങൾ അറിഞ്ഞ് ഒന്ന് ശനിയെ പ്രീതിപ്പെടുത്താൻ നോക്കി ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്. പിന്നെ അന്നദാനം ചെയ്യുന്നതല്ല ശനിയാഴ്ചകളിൽ. പിന്നെ അന്നദാനം ഒരാവശ്യമുള്ളപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യുക, ആഴ്ച ഒന്നും നോക്കണ്ട. പിന്നെ ശനിയാഴ്ചകളിൽ കൂടി നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക, അന്നദാനം ചെയ്യുക, നമ്മളെ കൊണ്ട് ആഹാരം മേടിച്ചു കൊടുക്കുക. അർഹരായവർക്ക് ശനിയാഴ്ചകൾ ചെയ്ത ഉറപ്പ് ശനിപ്രീതി ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഇത്തരം കാര്യങ്ങളാണ് ശനിയെക്കുറിച്ച് അറിയേണ്ടത്. അല്ല ചുമ്മാ അതും ഇതും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അറിയേണ്ട രീതി അറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അവനവനെ കൊണ്ട് പറ്റുന്ന ചെയ്യണം, പൂർണ്ണ മനസ്സോടെ ചെയ്യണം, മനഃശുദ്ധിയോടെ ചെയ്യണം. പിന്നെ നമ്മളൂടെ പരിശ്രമിക്കണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.